ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് ടൈപ്പിലുള്ള ആംഗ്ലറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഗിയർ വയർ വെച്ചിട്ടുള്ള ആംഗ്ലറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടത്. ഇങ്ങനൊരു ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്, ഒരു വൈറ്റ് ബ്ലൂ അങ്ങനത്തെ ഒരു ഷെയ്ഡ് അടിക്കുന്ന ഒരു ക്രിസ്റ്റൽ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എടുക്കുമ്പോൾ തന്നെ താഴെ വീണുപോയി. അതിങ്ങനെ അതൊക്കെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് ഗിയർ ലോക്കാണ്, ഒരു കുഞ്ഞു സാധനം. ഇതാണ് ഗിയർ ലോക്ക്. അത് നമ്മൾ ഗിയർ വയറിലിട്ട് ടൈറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഇത് ആ കിലുക്കം. ഇനി അടുത്തതെന്ന് പറയുന്നത് ജംപറിങ് ആണ്, ഒരു വട്ടത്തിലുള്ളൊരു സാധനമില്ലേ ഇത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൈറ്റ് ബ്ലൂ ഷെയ്ഡ് അടിക്കുന്ന ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്രത്തോളം ലെങ്ത് ഇതിന് ആംഗ്ലറ്റിന് വേണം അത്രത്തോളം ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരറ്റത്ത് ഇങ്ങനെ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ജംപറിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ ഗിയർ വയർ വീണ്ടും തിരിച്ച് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വലിച്ചെടുക്കണം. ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് നിന്നോളും. ഇനി അത് ഊരിപ്പോരോ അങ്ങനെയൊന്നുമില്ല. ആ ഗിയർ ലോക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വേണ്ട ലെങ്ത്തിൽ ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം വേറെ മോഡൽ, അതായത് 2 ബ്ലാക്കും ഇതുപോലെ 2 വൈറ്റ് ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊരു ഭംഗി കൊടുക്കാത്തതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഫുൾ ബ്ലാക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ആ കിലുക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണ്ട ലെങ്ത്തിൽ നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് തന്നെ ഇവിടെ വീണ്ടും ചെയ്യുകയാണ്. ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു, പിന്നെ ജംപറിങ് ഇട്ട് കൊടുത്തു, എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് ആ ഗിയർ ലോക്കിലേക്ക് കൂടെ ഇട്ടിട്ട് ആ ഗിയർ ലോക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് നിന്നോളും. രണ്ടറ്റത്തും നമ്മൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കി വരുന്ന ഗിയർ വയർ ഒരു 2-3 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഗിയർ ലോക്കിൽ ഇട്ട് കൊടുത്തില്ലേ, അതേപോലെ 2-3 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്ന ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ആംഗ്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ആംഗ്ലറ്റും കൂടെ ചെയ്തെടുക്കുക. ഇതൊരു 6-7 മാസം പ്രായമുള്ള ഒരു കുട്ടിക്കാണ്. അപ്പോൾ രണ്ടാമത്തെ ആംഗിളിറ്റും അതേപോലെ ചെയ്യുന്നുണ്ട്. ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. രണ്ടാമത്തെ ആംഗിളിറ്റും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കിലുക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ, അതിൽ വേറെ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കളറ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വാങ്ങുമ്പോൾ എൻ്റെ അടുത്ത് സിൽവർ കളർ ഗിയർ വയർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ എടുത്തത്. അതുകൊണ്ട് രണ്ടും തമ്മിലൊരു മിസ്മാച്ച് കാണുന്നില്ലേ. സിൽവർ കളർ മറ്റേ കിലുക്കവും പിന്നെ ഗിയർ വയറിൻ്റെ ഗോൾഡൻ വയറും ആയിപ്പോയി. അതിൻ്റെ ഒരു ഇതുണ്ട്, അപാകതയുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ കളർ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് നമുക്ക് ഉണ്ടാക്കാം. രണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ ഗിയർ വയർ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഇതൊരു പിന്നി വെച്ചിട്ടാണ്, ഇങ്ങനത്തെ ഒരു പിന്നി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് അല്ല, മറ്റേ വൈറ്റും ബ്ലൂ ഷെയ്ഡ് അടിക്കുന്ന ഒരു ക്രിസ്റ്റൽ ആ ബീഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആ കിലുക്കവും വേണം, പിന്നെ ടൂൾസും വേണം.
ഇത്രയൊക്കെയാണ് രണ്ടാമത്തെ ടൈപ്പിന് നമുക്ക് ആവശ്യമുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആദ്യം നമ്മളിങ്ങനെ ഒരു പിന്നെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 1 2 3 നിങ്ങൾക്ക് എത്ര ബീഡ്സ് വേണം നിങ്ങളുടെ ആ ഒരു ഡിസൈനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ വേണ്ട ലെങ്ത്ത്, അതായത് കുറേ ഓവറായിട്ട് അതിന് ലെങ്ത്ത് ഉണ്ടല്ലോ, അത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ബാക്കി വരുന്നത് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ അടുത്ത പിന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് ടൈറ്റ് ചെയ്യാം. ഒരു പിന്ന് എന്നിട്ട് അതിൽ 2 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിന് കുറേ ലെങ്ത് ഉണ്ട്, നമുക്ക് അത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ഭാഗം വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് കളയാൻ, കാരണം നമുക്കത് ബെൻഡ് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ ബെൻഡ് ചെയ്തെടുക്കാം. ഫുള്ള് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ, ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു പിന്ന്, അടുത്ത ഇതിൽ വേണ്ട ബീഡ്സ് ഇടേണ്ട പിന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എത്ര ലെങ്ത്ത് വേണം അത്രയും ലെങ്ത്തിൽ ചെയ്യുമ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ അടുത്ത പിന്ന് ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ മാത്രമേ പിന്നിട്ട് കൊടുക്കാണ്ട് അത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നിട്ട് കൊടുത്തതിന് മാത്രമേ പിന്നിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഫുൾ ലെങ്തിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അറ്റത്താ കിലുക്കും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി പുറത്തുനിന്ന് വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സമയം കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്.